ഇതുവരെ 15 വർഷക്കാലമായിട്ട് ഒരു എം പി ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 വർഷക്കാലം വോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. തുറന്നു പറയുന്നതിൽ ഒരു അഭിമാനക്കേടും എനിക്കില്ല. ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു. അപ്പോൾ 10 വർഷക്കാലം അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട ഒരു വ്യക്തി എന്ന നിലയിലും ഇപ്പോൾ 5 വർഷക്കാലം അദ്ദേഹത്തിന് വോട്ട് കൊടുത്തിട്ടില്ല. CPM-ലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സാറും അതുപോലെ ആയിരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. MPയായി വിജയിച്ച ശേഷം ഇവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ആലപ്പുഴയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തോമസ് ഐസക്കിന്റെ മറുപടി. പക്ഷെ 4 തവണ ഞാൻ ആലപ്പുഴ MLA ആയിരുന്നു. തുടങ്ങിയപ്പോൾ 9,000 വോട്ടായിരുന്നു. ഓരോ തവണ വോട്ട് കൂടിയതല്ലേ കുറഞ്ഞില്ല. പിന്നെ 47,000-ലാണ് കേട്ടോ അവസാനിച്ചത് ഭൂരിപക്ഷം. എന്തുകൊണ്ടാണ്? അവിടെ നിന്ന് അവിടുത്തെ കുടുംബശ്രീ, അവിടുത്തെ പഞ്ചായത്തുകൾ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തേ. ഇന്ന് സംസ്ഥാനത്ത് ഇപ്പൊ ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെ പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ്. 1600 രൂപ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്കിപ്പം 3 മാസം കൊണ്ട് 1400 കിട്ടുന്നുള്ളൂ. ആ 200 രൂപ പിന്നെ എവിടെ പോയാണെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെയാണ് കിട്ടേണ്ട വകുപ്പ് എന്തുവാന്ന് പറഞ്ഞു തരണം. ആദ്യം 3 ചോദ്യങ്ങൾ പെൻഷനെ കുറിച്ചാണ്. ആദ്യം 200 രൂപ മോഷ്ടിച്ച ആളെ കുറിച്ച് പറയാം. അങ്ങ് പോയി 400 കിട്ടുന്നുള്ളൂ. കേന്ദ്ര സർക്കാർ BPL കുടുംബങ്ങൾക്കുള്ളവർക്ക് 200 രൂപ പെൻഷൻ തരാറുണ്ട്. അതും കൂടി ചേർത്താൽ നമ്മൾ 1600 തന്നിരുന്നത്. ഇടയ്ക്ക് കേന്ദ്രം പറഞ്ഞു ഞങ്ങളുടെ പൈസ ഞങ്ങൾ കൊടുത്തോളാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ബോർഡ് വെക്കണം. ഇപ്പം ലൈഫ് മിഷനിൽ അവർ 73,000 രൂപ തരുന്നുണ്ട് PMAYയിൽ. നമ്മൾ 4 ലക്ഷം രൂപ കൊടുക്കണേ. മോഡിയുടെ പണം വെച്ചില്ലെങ്കിൽ പണം തരൂലെന്ന് പറയണേ. ഇതുപോലൊരു ഏർപ്പാട് പെൻഷനിൽ വന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു നിങ്ങൾ കൊടുത്തോ, ഞങ്ങൾ ബാക്കി കൊടുത്തോളാം. അമ്മയുടെ വന്നില്ല. നേരത്തെ അങ്ങനെയല്ല. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒരുമിച്ച് നമ്മൾ തരും. അപ്പം നമുക്ക് ഈ പ്രശ്നം പരിശോധിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ പാർലമെൻറ്റിൽ പോട്ടെ, ഈ കേന്ദ്രത്തോട് പറയാം ഈ കൊള്ളരുതായ്മ നിർത്തണം. സംസ്ഥാന സർക്കാർ അവരെ പോലെ തന്നെ സർക്കാരല്ലേ, എന്താ വിശ്വസിച്ചൂടെ? 200 രൂപ അവർ കൊടുക്കുന്നതിന് എത്ര മടങ്ങാണെന്ന് സംസ്ഥാനം കൊടുക്കുന്നത്, എന്നിട്ട് അതുവഴി കൊടുത്തൂടെ എന്ന് ചോദിക്കാൻ ശക്തമായിട്ട്. അങ്ങനെ ചോദിക്കാനാണില്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മലയോര മേഖലയിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണുന്നതിന് ശ്രമിക്കുമെന്നും ഐസക് ഉറപ്പ് നൽകുന്നു. അപ്പൊ പന്നീനെ നമുക്ക് കൊന്നു തിന്നാം. ഞാൻ തമാശ പറഞ്ഞല്ല. ഈ പന്നീനെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ച് നമുക്ക് കൊല്ലാനുള്ള അവകാശത്തിന് വേണ്ടി പാർലമെന്റിൽ ഞാൻ പറഞ്ഞു. ജനങ്ങളോട് ആശയങ്ങൾ പങ്കിട്ടും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുമാണ് ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.